കണ്ണീരും ഭീതിയും നിറഞ്ഞ ആ ദിവസം മരിച്ചവരെ ഉണർത്തുകയും എല്ലാവരെയും അവരുടെ ഭൂതകാലത്തെക്കുറിച്ച് ന്യായം വിധിക്കപ്പെടാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. കോപത്തിന്റെ ദിവസം. ഇത്രയും കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. ആദ്യ സീനിൽ തന്റെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിൽക്കുന്ന കോൺട്രാക്ടറായ മധുവിനെ കാണിക്കുന്നു. അയാളുടെ മുഖം ആകെ പേടിച്ചാണ് ഇരിക്കണേ. അപ്പോൾ തന്നെ അയാൾക്ക് ഒരാളുടെ മരണവിവരം പറഞ്ഞുകൊണ്ട് ഒരു കോൾ വരും. അയാളുടെ അയൽവാസിയുടെ വീട്ടിലെ കനിയെന്ന് പറയുന്ന പെൺകുട്ടിയുടെ മൃതദേഹം പോലീസ് കിണറ്റിൽ നിന്നും എടുക്കുന്നു. അടുത്ത സീനിൽ നമ്മുടെ നായകനായ റോഹന്റെ വീടാണ്. അവിടെ ചെറിയൊരു പാർട്ടിയൊക്കെ നടക്കുന്നുണ്ട്. പാർട്ടിയിൽ വന്ന ടെസ്സയെ ഈ റോഹൻ കിസ്സൊക്കെ ചെയ്യുന്നുണ്ട്. റോഹന്റെ ഫ്രണ്ട് കനിയുടെ സൂയിസൈഡിന്റെ കാര്യം അറിഞ്ഞ് അത് റോഹനോട് പറയുന്നു. രാവിലെ ഉറങ്ങി എണീച്ച റോഹൻ കനി തനിക്കയച്ച പഴയ മെസ്സേജൊക്കെ നോക്കുന്നുണ്ട്. അതിൽ ഇവർ തമ്മിലുള്ള പേഴ്സണൽ ആയിട്ടുള്ള കുറേ ഫോട്ടോസൊക്കെ ഉണ്ട്. റോഹനും ഫ്രണ്ടും കനിയുടെ വീട്ടിൽ പോകുന്നു. അവിടെ വെച്ച് റോഹൻ മധുവിനെ പരിചയപ്പെടുന്നുണ്ട്. മധു റോഹന്റെ അച്ഛൻ്റെ ഫ്രണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട്. റോഹൻ കനിയുടെ റൂമിൽ പോയി അവിടെ കുറച്ചു നേരം നിന്ന് അവളുടെ ഒരു ഹെയർ ക്ലിപ്പ് അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. കനി ഒരു ഡാൻസറാണ്, അത് അവിടെയുള്ള ഫോട്ടോസ് കാണുമ്പോൾ മനസ്സിലാവും. ശേഷം പുള്ളി പോയി കനിയുടെ ബ്രദർ കിരണുമായി സംസാരിക്കുന്നു. കിരൺ ആണെങ്കിൽ പെങ്ങൾ ഇങ്ങനെ മരിച്ചത് കാരണം ആകെ മൊത്തം ഭ്രാന്ത് പിടിച്ച പോലെയാണ് സംസാരിക്കുന്നത്. എന്ത് സഹായം വേണമെങ്കിലും വിളിക്കണമെന്ന് റോഹൻ പറയുന്നു. വീട്ടിൽ തിരിച്ചെത്തിയ റോഹൻ ആ ക്ലിപ്പ് തൻ്റെ റൂമിൽ വെക്കുന്നു. റോഹൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ശബ്ദം കേട്ട് എഴുന്നേൽക്കും. എണീക്കുമ്പോൾ ജനൽ തുറന്നു കിടക്കുന്നത് കണ്ട് അത് അടയ്ക്കും. അപ്പോൾ തന്നെ ഡോറ് പതുക്കെ തുറക്കണ സൗണ്ട് കേട്ട് അങ്ങോട്ട് പോയി അവിടെയൊക്കെ നോക്കുമ്പോൾ ആരെയും കാണില്ല. മധു അയാളുടെ വയ്യാത്ത അമ്മയുടെ കാലിൽ തൈലം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മ, നിനക്ക് ഈ ജോലിയൊക്കെ ഉപേക്ഷിച്ച് അച്ഛൻ ചെയ്ത ജോലി ചെയ്തൂടെ എന്ന് ചോദിക്കും. അച്ഛൻ ചെയ്ത പോലെ വഴിപാടും പൂജയും ചെയ്താൽ കുടുംബം നോക്കാൻ കഴിയില്ല എന്ന് മധു പറയും. അപ്പോൾ അമ്മ, നിനക്ക് ആ കുട്ടിയുടെ കാര്യം തോന്നിയപ്പോഴേ പറയായിരുന്നില്ലേ, ചിലപ്പോൾ ആ കുട്ടി രക്ഷപ്പെട്ടിട്ടുണ്ടാവുമെന്ന് പറയും. അങ്ങനെ എനിക്ക് തോന്നിയ കാര്യമൊക്കെ നാട്ടുകാരോട് പറയാൻ പറ്റുമെന്ന് ചോദിക്കും. ആ കാര്യം ഇപ്പോൾ സത്യമായില്ലേ, ഇങ്ങനെ മുൻകൂട്ടി കാണാൻ പറ്റുന്നത് അച്ഛൻ്റെ അനുഗ്രഹമാണെന്നും അമ്മ പറയും. റോഹൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. റോഹൻ്റെ ഫ്രണ്ട് താൻ ബാംഗ്ലൂർ പോവാണെന്നും നീ ഇതുവരെ US പോവാൻ ടിക്കറ്റ് എടുത്തില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ അടുത്ത ആഴ്ചയോ മറ്റോ പോകുന്ന റോഹൻ പറയും. കനിയുടെ കാര്യം എത്രയൊക്കെ ശ്രമിച്ചിട്ടും തൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ലെന്ന് ഫ്രണ്ട് പറയും. അപ്പോൾ റോഹൻ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കല്ലേ, വിട്ട് കളയാണെന്നും പറയും. റോഹൻ രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആരോ അയാളുടെ മുടി തലോടുന്നുണ്ട്. പേടിച്ച് ഞെട്ടി എണീച്ച് റോഹൻ അടുത്താരാന്ന് നോക്കും. അപ്പോൾ കട്ടിലിൽ ഒരാളുള്ള പോലെയുള്ള അടയാളം കാണും. അയാൾ റൂമിൽ നിന്നിറങ്ങി ഡോർ അടയ്ക്കും. അകത്തു നിന്നും പല ശബ്ദങ്ങളും കേൾക്കും. കനിയുടെ ബോഡി കിടന്നിരുന്ന ആ കിണർ അവർ മൂടുന്നുണ്ട്. റോഹൻ US പോവാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യും. റോഹൻ രാത്രിയിൽ ഐസ്ക്രീം കഴിച്ച് ആ പാത്രം അടച്ചു വെച്ച് സ്പൂൺ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ആ പാത്രത്തിൻ്റെ അടപ്പ് സ്വയം തെറിച്ചു പോകുന്നുണ്ട്. അത് നോക്കുമ്പോൾ ആരോ വീണ്ടും അയാളുടെ തലയിൽ തലോടുന്നുണ്ട്. റോഹന് ഇതാരാണെന്ന് കാണാൻ പറ്റുന്നില്ല. റോഹനെ വലിച്ചെടുത്ത് ആ പ്രേതം കഴുത്തിനമർത്തി പിടിക്കുകയും അയാളുടെ കയ്യിൽ കടിക്കുകയും ചെയ്യും. അവിടെ നിന്ന് ഇറങ്ങി കോണിപ്പടി കയറുന്ന റോഹനെ പ്രേതം വലിച്ച് താഴെയിട്ട് വീണ്ടും കഴുത്തമർത്തുന്നുണ്ട്. റോഹന്റെ വായിൽ നിന്നും നുരയും പതയൊക്കെ വരും. രാവിലെ സെക്യൂരിറ്റിയും വീട്ടുജോലിക്കാരിയും റോഹനെ എണീപ്പിക്കും. സെക്യൂരിറ്റി അച്ഛനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് അയാളോട് റോഹൻ ദേഷ്യപ്പെടുന്നുണ്ട്. അച്ഛൻ ഫോണിൽ വിളിച്ച് കുറേ ദിവസമായി ഓഫീസിൽ പോവാത്തതിന് അയാളെ നല്ലോണം പറയുന്നുണ്ട്. റോഹൻ തൻ്റെ ഫോണിൽ കനി തൻ്റെ മുടിയിൽ ഇങ്ങനെ മസാജ് ചെയ്യുന്ന വീഡിയോ കണ്ട് നിനക്കെൻ്റെ മുടിയിൽ കളിക്കണമല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് മുടി മുഴുവൻ ഡ്രിം ചെയ്ത് കളയും. റോഹൻ മധുവിനെ കണ്ട് ആളും കനിയുമായുള്ള റിലേഷൻഷിപ്പിനെ പറ്റി പറഞ്ഞ് എന്നെ നിങ്ങൾ സഹായിക്കണമെന്ന് പറയും. അപ്പോൾ എന്ത് സഹായമാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ആ ആത്മാവിന് ശാന്തി കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ക്രിയകൾ ചെയ്യാനും അല്ലെങ്കിൽ അതെന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കാമെന്നും പറയും. അപ്പോൾ മധു 16-ാം നാൾ ഒരു ക്രിയയുണ്ട്, അതായത് നമ്മൾ പറയണ 16 അടിയന്തരമില്ല, അത് ചെയ്യുമെന്നും അത് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുമെന്ന് നോക്കാമെന്നും അല്ലാതെ എനിക്ക് ആ വീട്ടുകാരോട് ഇതൊന്നും പറയാൻ പറ്റില്ലെന്ന് പറയും. റോഹൻ വീട്ടുജോലിക്കാരിയോട് എപ്പോഴും ലൈറ്റ് ഓൺ ചെയ്തിടാനും കർട്ടൻ തുറന്നിടാനും പറയും. കനിയുടെ കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ റോഹൻ ബെഡിൽ ബെഡ്ഷീറ്റ് വിരിച്ച് അവിടെ ആരെങ്കിലും ഉണ്ടോയെന്ന് നോക്കും. അപ്പോൾ അതിലൊന്നും കാണാത്തത് കാരണം പുള്ളി സമാധാനത്തിൽ കിടക്കും. റോഹൻ ഒരു ദിവസം കിരണിനെ വീട്ടിലോട്ട് ക്ഷണിക്കും. ഇവർ രണ്ടുപേരും ഡ്രിങ്ക് ചെയ്യുന്ന സമയത്ത് നിനക്ക് ഞാൻ കുറച്ച് പൈസ അയച്ചു തരാം ആവശ്യം വരുമെന്ന് റോഹൻ പറയും. അപ്പോൾ കിരൺ ദേഷ്യപ്പെട്ട് എന്നെ കണ്ടാൽ സഹായം വേണ്ട ആളാണെന്ന് തോന്നുന്നുണ്ടോ, എല്ലാവരും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ, അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യ് ചിരിക്കല്ലേ കരയി എന്നൊക്കെ കാണുന്നവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ റോഹൻ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ലെന്നും നീ കാം ആവാനും പറയും. കിരൺ ഞാൻ കാമാണെന്നും അവൾ ഇങ്ങനെ മരിച്ചതിന് ഞാൻ എന്ത് ചെയ്യാനാണ്, ഞാൻ കാമാണെന്നും പിന്നെയും പറഞ്ഞ് കരയാൻ തുടങ്ങും. റോഹൻ ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നറിയാതെ അവന് വേണ്ടി ഒരു ഡ്രിങ്ക് എടുക്കാൻ വേണ്ടി പോകും. ഡ്രിങ്ക് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലങ്കയുടെ സൗണ്ട് കേൾക്കും. കിരണിനെ തിരിഞ്ഞു നോക്കുമ്പോൾ അവനെ ആരോ പിറകിൽ നിന്ന് വലിച്ച് താഴേക്കിടും. താഴെ വീണ കിരണിൻ്റെ 2 കാലും ഒടിഞ്ഞ് എല്ലൊക്കെ പുറത്ത് വന്നിട്ടുണ്ടാവും. റോഹൻ കിരണിനെ ഹോസ്പിറ്റലിൽ എത്തിക്കും. മധു റോഹനോട് അവിടുന്ന് പോവാനും നിങ്ങളൊക്കെ വലിയ ആൾക്കാരാണെന്നും കേസായാൽ പെട്ടെന്ന് ഊരിപ്പോരുമെന്നും പറയും. വീട്ടിലെത്തിയ റോഹൻ ആ ഹെയർ ക്ലിപ്പ് എടുത്ത് നോക്കിയിരിക്കുമ്പോൾ ലൈറ്റ്സ് ഒക്കെ ഓഫാകും. ഫോണിൻ്റെ ഫ്ലാഷിൽ അവിടെയൊക്കെ നോക്കുമ്പോൾ കിച്ചണിൽ പൈപ്പ് തുറന്ന് കിടക്കുന്നുണ്ടാവും. അത് പൂട്ടി പുറത്തേക്ക് വരുമ്പോൾ അവിടെയുള്ള പ്ലേറ്റ്സ് എല്ലാം നിലത്ത് വീണ് പൊട്ടും. ചിലങ്കയുടെ ശബ്ദം കേട്ട് അയാൾ ഹാളിലേക്ക് പോവും. അവിടെ ഫ്ലാഷ് ലൈറ്റിൽ ഒരാളുടെ നിഴലുകൾ കാണാം.
കോണിപ്പടിയുടെ മുകളിലായി ഒരു പാൻറ് മാത്രം ഇട്ടുകൊണ്ട് ഒരു മെലിഞ്ഞ മനുഷ്യൻ നിൽക്കുന്നത് കാണും. റോഹൻ മധുവിനെ തൻ്റെ വീട്ടിലേക്ക് വിളിപ്പിക്കും. അത് കനിയല്ലെന്നും അതൊരാണാണെന്നും പറയും. റോഹൻ്റെ വീട്ടിൽ ഈ അടുത്ത് ആരെങ്കിലും മരിച്ചുവെന്ന് മധു ചോദിക്കും. ഇല്ല എന്ന് റോഹൻ. കനിയുടെ വീട്ടിൽ പോയി അവിടെ എന്തൊക്കെ ചെയ്തതെന്ന് മധു ചോദിക്കുമ്പോൾ അവളുടെ ഒരു ഹെയർ ക്ലിപ്പ് എടുത്ത കാര്യം റോഹൻ പറയും. ആഴത്തിലുള്ള വെറുപ്പോ ആഗ്രഹങ്ങളോ ബാക്കി വെച്ച് മരിച്ചവരുടെ ആത്മാവ് ഈ ലോകം വിട്ടു പോകില്ല. അത് അവരുടെ പ്രിയപ്പെട്ട വസ്തുവിൽ പോലും ഉണ്ടാവും. പക്ഷേ റോഹനെ ഉപദ്രവിക്കുന്നത് കനിയല്ല. അപ്പോൾ കനിയുടെ വസ്തുക്കളിൽ അവകാശമുള്ള മറ്റാരോ ആണെന്നും അന്ന് ആ മുറിയിൽ അയാൾ ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് പോലും അയാൾ കാണുന്നുണ്ടാവുമെന്നും മധു പറയും. മധുവും റോഹനും കനിയുടെ വീട്ടിൽ പോയി അവളുടെ റൂമൊക്കെ നോക്കും. അവിടെ അവളുടെ ചിലങ്ക കാണാനില്ലെന്ന് അറിയും. അതെടുത്ത ആളായിരിക്കും നിങ്ങളുടെ പുറകെ എന്ന് മധു പറയും. അങ്ങനെ ആരുമില്ലെന്നും അവൾ അങ്ങനെ ഒരാളല്ലെന്നും റോഹൻ പറയും. നമുക്കാർക്കും അറിയാത്ത ഒരാൾ അവളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലോ അവൾക്ക് അയാളോട് ദേഷ്യമാണോ പകയാണോ ഇഷ്ടമാണോ എന്ന് അറിയില്ലെന്ന് മധു പറയും. ഹെയർ ക്ലിപ്പ് തിരിച്ച് റോഹൻ റൂമിൽ തന്നെ വെക്കും. കനിയുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അവിടുത്തെ വേലക്കാരി എൽസമ്മയുടെ വീട്. റോഹനും മധുവും അവിടെ ചെന്ന് കനിക്ക് അങ്ങനെ ആരെങ്കിലുമായിട്ട് പരിചയമുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ ഒരാളെ തനിക്കറിയില്ലെന്ന് എൽസമ്മ പറയും. മധു റോഹനോട് വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പറയും. മധു ഉണക്കാനിട്ട ഡ്രസ്സൊക്കെ അയലിൽ നിന്ന് എടുക്കുമ്പോൾ നല്ല കാറ്റടിക്കുകയും നായ നിർത്താതെ കുരക്കുന്നതും പൂച്ചകൾ അടിയുണ്ടാക്കുന്ന ശബ്ദവും കേൾക്കുന്നുണ്ട്. റോഹൻ്റെ അമ്മ അവനെ വിളിച്ച് ഫോണിൽ സംസാരിക്കുന്നുണ്ട്. അവനോട് എത്രയും പെട്ടെന്ന് US വരാൻ പറയും. അവൻ അത് സമ്മതിക്കുന്നുണ്ട്. റോഹൻ കനിയുടെ ഫോട്ടോ നോക്കി സോറി പറയും. മധു അയാളുടെ വീട്ടിൽ രാത്രി കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറകിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കും. അയാൾ അമ്മയെ വിളിക്കുമ്പോൾ ആരും വിളി കേൾക്കില്ല. പെട്ടെന്ന് ജനലും വാതിലുമൊക്കെ തനിയെ തുറക്കുന്നത് കണ്ട് അയാൾ പേടിക്കും. ഒരു പൂച്ച ചാടിപ്പോകുന്നത് കണ്ട് അയാൾ പൂച്ച ശബ്ദം ഉണ്ടാക്കിയതാണെന്ന് വിചാരിച്ച് വീണ്ടും കഞ്ഞി കുടിക്കാൻ തുടങ്ങും. അപ്പോൾ തൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന സീറ്റ് പുറകിലോട്ട് പോകുന്നത് കണ്ട് അയാൾ പേടിച്ചെണീച്ച് പൂജാമുറിയിലോട്ട് ഓടും. അവിടെ വിളക്ക് കത്തിക്കാൻ വേണ്ടി എത്ര ശ്രമിച്ചാലും തീപ്പെട്ടി കത്തില്ല. അവസാനം അത് കത്തും. പൂജാമുറിയുടെ പുറത്ത് നിന്ന് ചിലങ്കയുടെ ശബ്ദം കേൾക്കും. ഡോറിൻ്റെ വിടവിലൂടെ പുറത്തുനിന്നുള്ള പ്രകാശത്തിൽ അവിടെ ആരോ വരുന്നത് കാണും. അയാൾ അവിടുന്ന് പോയതിനു ശേഷം മധു ഡോറ് തുറന്നു പോയി അടുക്കളയിൽ നിന്ന് ഉപ്പെടുത്ത് അവിടെയൊക്കെ വിതറും. ശേഷം അമ്മയുടെ അടുത്ത് പോയി അമ്മയെ വിളിക്കും. അമ്മ അപ്പോൾ കിടക്കാണ്. റോഹനും മധുവും കനിയുടെ ഡാൻസ് സ്കൂളിലൊക്കെ പോയി അവിടെ അവളുടെ ഫ്രണ്ട്സിനോട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ കനിക്ക് ഒരാണുമായും ബന്ധമില്ലെന്നും ഫ്രണ്ട് പറയും. പിന്നെ ഒരിക്കൽ മഴ കാരണം ഞാനും കനിയും ഒരു ബിൽഡിങ്ങിലോട്ട് കയറിയെന്നും അവിടെ മുകളിലുള്ള ഫോട്ടോസ്റ്റാറ്റ് കടയിലുള്ള ഒരാൾ അവളെ തുറിച്ചു നോക്കിയെന്നും പിന്നീട് അയാൾ സ്ഥിരം അവിടെ നിന്ന് നോക്കുമെന്നും അന്ന് അതത്ര കാര്യമാക്കിയില്ല. ഒരു ദിവസം അയാൾ ഡാൻസ് സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ വന്ന് നോക്കിയെന്നും ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമെന്നും പിന്നീട് അയാളെ കണ്ടിട്ടില്ലെന്നും പറയും. അയാൾ മെലിഞ്ഞ് ചുരുണ്ട് മുടിയൊക്കെയുള്ള ആളാണെന്നും പറയും. മധുവും റോഹനും ഫോട്ടോസ്റ്റാറ്റ് കടയിലേക്ക് പോകും. അവിടെ നിന്നും അവൻ്റെ പേര് ഫിലിപ്പ് ആണെന്നും ആൾ സൗദിയിലേക്ക് പോയെന്നും അറിയും. പള്ളിയിലച്ചൻ പറഞ്ഞിട്ടാണ് അവനെ ജോലിക്ക് എടുത്തതെന്നും പറയും. കടയിലെ ആൾ ഫിലിപ്പ് എടുത്തു വെച്ച കുറച്ച് കോപ്പികൾ റോഹന് കൊടുക്കും. ബൈബിൾ വചനങ്ങളായതുകൊണ്ട് കളയാൻ തോന്നിയില്ലെന്നും അയാൾ പറയും. മധു റോഹനോട് എൽസമ്മയുടെ മകൻ മനുവും ഇതുപോലെ ഒരു ഏജന്റ് വഴി സൗദിയിൽ പോയെന്നും ആ കൂട്ടത്തിൽ ഫിലിപ്പും പോയതാവുമെന്ന് പറയും. റോഹൻ മധുവിനോട് പള്ളിയിൽ പോവാനും ഞാൻ എൽസമ്മയുടെ അടുത്ത് പോയി മനുവിൻ്റെ നമ്പർ ചോദിക്കാമെന്നും പറയും. പള്ളിയിലച്ചൻ മധുവിനോട് ക്രിസ്തീയ വചനങ്ങളാണ്, പക്ഷേ ബൈബിളിൽ നിന്ന് എടുത്തതല്ല എന്ന് പറയും. പിന്നെ അതിൽ പറഞ്ഞിരിക്കുന്ന ഡിയസ് ഇറ ഒരു ലാറ്റിൻ വാക്കാണെന്നും കോപ ദിവസം എന്നാണ് അതിൻ്റെ അർത്ഥമെന്നും പറയും. ഇത് മുഴുവൻ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സങ്കീർത്തനങ്ങളാണ്. പള്ളിയിലച്ചൻ മധുവിന് ഫിലിപ്പിൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കാൻ ഫോണിൽ നോക്കും. ഇതേ സമയം റോഹൻ എൽസമ്മയുടെ വീട്ടിലെത്തി മനുവിൻ്റെ നമ്പർ ചോദിക്കുമ്പോൾ അവൻ പല നമ്പറിൽ നിന്നാണ് വിളിക്കാമെന്നും അങ്ങനെ കറക്റ്റ് ഒരു നമ്പർ ഇല്ലെന്നും പറയും. റോഹൻ ഏജന്റിൻ്റെ നമ്പർ ചോദിച്ചപ്പോൾ അത് തരാമെന്ന് പറഞ്ഞ് എൽസമ്മ ഉള്ളിലേക്ക് കയറും. റോഹൻ അവിടെ ഷോക്കേസിൽ മനുവിന് കിട്ടിയ ട്രോഫിയൊക്കെ കാണും. അതിൽ ഫിലിപ്പ് എന്ന് എഴുതിയിട്ടുണ്ടാവും. മനുവിൻ്റെ പേര് ഫിലിപ്പ് എന്നാണോ എന്ന് റോഹൻ ചോദിക്കും. അതവൻ്റെ പള്ളിപ്പേരാന്ന് അമ്മ പറയും. ഇതേ സമയം മധു പള്ളിയിലച്ചൻ്റെ ഫോണിലെ ഫോട്ടോ കണ്ട് അത് മനു ആണെന്ന് തിരിച്ചറിയും. റോഹൻ അവിടെയുള്ള ഒരു മുറി തുറന്നു കയറും. അവിടെ കട്ടിലിൽ കുറേ കാലം പഴക്കമുള്ള ഒരു ശവശരീരം കാണും. കാലിൽ നോക്കുമ്പോൾ അതിൽ ചിലങ്കയും ഉണ്ടാവും. റൂമിൻ്റെ ചുമരിൽ കുറേ വചനങ്ങൾ എഴുതിയ പേപ്പറുകളും ടേബിളിൽ ക്യാൻസറിന് കാണിച്ച ഒരു ഹോസ്പിറ്റൽ റെസിപ്റ്റും കാണും. അപ്പോൾ തന്നെ ആ തള്ള വന്ന് റോഹനെ പുറകിൽ നിന്ന് അടിച്ചിടും. റോഹൻ നിലത്ത് വീണ് കിടക്കും. ആ സ്ത്രീ മകൻ്റെ അടുത്തിരുന്ന് ഓരോന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. മരിക്കുന്നതിന് മുമ്പ് അവനൊരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, മരിച്ചു കഴിഞ്ഞാലും അവൻ്റെ ഒരു ശീലങ്ങളും തെറ്റരുത്. ഇതുപോലെ വചനങ്ങൾ കേട്ട് ജനലിലൂടെ കനിയെ കണ്ടുകൊണ്ടിരിക്കണം. അവളുടെ മുറിയിൽ നിന്ന് ഓരോ സാധനങ്ങളും അവന് വേണ്ടി ഞാൻ എടുത്തു കൊടുക്കും. ഇപ്പോൾ ഈ മുറി മുഴുവൻ കനിയ. അവളുടെ എല്ലാം അവൻ്റെയാ. അവസാന കാലത്ത് അവളുടെ ചിലങ്ക അവന് കെട്ടിക്കൊടുത്തപ്പോൾ അവൻ ഒരുപാട് സന്തോഷമായെന്നും ആ സന്തോഷമാണ് അവനെ ഇവിടെ പിടിച്ചു നിർത്തുന്നതെന്നും കർത്താവിന് പോലും ഞാൻ അവനെ വിട്ടുകൊടുത്തില്ലെന്നും ആ സ്ത്രീ പറയും. മധു റോഹൻ്റെ വീട്ടിലെത്തും. അയാൾ എൽസമ്മ കുഴി കുഴിക്കുന്നത് കാണും. മധു വീട്ടിലേക്ക് കയറി റോഹനെ എണീപ്പിക്കും. റോഹൻ പോലീസിനെ വിളിക്കാൻ പറയുമ്പോൾ ഇവൻ്റെ ഈ കാലിലുള്ള ചിലങ്ക അയച്ചെടുക്കണമെന്നും ഇതാണ് ആത്മാവിനെ ഇവിടെ പിടിച്ചു നിർത്തുന്നതെന്നും പറയും. മധുവിന് ചിലങ്ക കാലിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതുകൊണ്ട് അത് അയക്കാൻ കഴിയില്ല. എന്തെങ്കിലും മൂർച്ചയുള്ളത് എടുക്കാൻ വേണ്ടി റോഹൻ പോയി അടുക്കളയിലൊക്കെ പോയി തിരയും. അപ്പോൾ ആ സ്ത്രീ അവിടെ വന്ന് അവനെ അടിച്ചിടും.
ഒരു കോടാലി വെച്ച് ആ സ്ത്രീ റോഹനെ വെട്ടിക്കൊല്ലാനൊക്കെ നോക്കുന്നുണ്ട്. റോഹൻ അവരെ പിടിച്ച് തള്ളുമ്പോൾ ഒരു സ്ഥലത്ത് അവരുടെ തലയിടിച്ചു വീഴും. റോഹൻ റൂമിൽ ഒരു കത്തി കൊണ്ട് വരുമ്പോൾ മധു നിലത്ത് കിടന്ന് പിടയുന്നുണ്ടാവും. അവൻ കത്തി ഉപയോഗിച്ച് ചിലങ്ക അരിയുമ്പോൾ അത് കിട്ടില്ല. അതുകൊണ്ട് ആ കാല് രണ്ടും വെട്ടിയെടുത്ത് തീയിലിട്ട് കത്തിക്കും. ആ സ്ത്രീ ഇതൊക്കെ കണ്ട് മോനേന്ന് വിളിച്ച് കരയുന്നുണ്ടാവും. തീയിൽ നിന്ന് ആത്മാവ് മനു കിടക്കുന്ന റൂമിലേക്ക് പോയി മുകളിലൂടെ പോകുന്നുണ്ട്. ആ റൂം മുഴുവൻ അതിൽ നിന്ന് തീ പിടിക്കും. റോഹൻ മധുവിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകും. എൽസമ്മ തൻ്റെ മകൻ്റെ അടുത്തിരുന്ന് കരയുമ്പോൾ റോഹൻ അവരെ അവിടെ നിന്ന് എണീപ്പിച്ച് കൊണ്ടുപോകും. ആ റൂം മുഴുവൻ കത്തി നശിക്കുന്നത് ഇവർ 3 പേരും പുറത്തു നിന്ന് നോക്കി നിൽക്കും. അടുത്ത സീനിൽ നമ്മുടെ ഭൂതകാലം സിനിമയിലെ ഡോക്ടർ ജോർജിലെ അയാൾ മധുവിൻ്റെ അടുത്ത് വന്ന് ഒരമ്മയും മകനും താമസിക്കുന്ന വീട് ഒന്ന് നോക്കാൻ വരണമെന്നും അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടെന്നും പറയും. മധു അത് സമ്മതിക്കും. റോഹൻ അവിടെ വന്ന് മധുവിനോട് ചെയ്തതിനൊക്കെ താങ്ക്സ് പറയും. റോഹൻ എല്ലാം പാക്ക് ചെയ്ത് ഫ്ലൈറ്റ് കയറാൻ വേണ്ടി പോവാൻ നിൽക്കാണ്. അപ്പോൾ റൂമിൽ നിന്ന് ഒരു സൗണ്ട് കേട്ട് അങ്ങോട്ട് പോകും. അവിടെ ബെഡിൽ കനിയുടെ ഹെയർ ക്ലിപ്പ് കാണും. ബെഡിൽ ആരോ ഉള്ള പോലെ തോന്നും. റോഹൻ ബെഡ്ഷീറ്റ് എടുത്ത് വീണ്ടും വിരിക്കുമ്പോൾ അതിനകത്ത് ഒരാൾ ഇരിക്കുന്നത് കാണും. റോഹൻ പേടിച്ച് ഷീറ്റ് പതിയെ മാറ്റും. അപ്പോൾ അതിൽ നിന്നും കനി റോഹൻ എന്ന് വിളിക്കും. ഇത് കണ്ട് ഞെട്ടി പേടിച്ച് നിൽക്കണ റോഹനെ കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത്.